Dear students, നമുക്ക് extreme value theorem എന്താണെന്ന് നോക്കാം. If f from K to R is continuous on a compact set K is contained in R, then f attains a maximum and a minimum value. f K എന്ന് പറയുന്ന ഒരു കോമ്പാക്ട് സെറ്റിൽ ഒരു കണ്ടിന്യൂസ് മാപ്പ് ആണെങ്കിൽ എഫിന് മാക്സിമവും മിനിമവും എക്സിസ്റ്റ് ചെയ്യുകയും അത് കെയിൽ ഉണ്ടാവുകയും ചെയ്യും. In other words, there exists x0, x1 belongs to K such that f of x0 is less than or equal to f of x less than or equal to f of x1 for all x belongs to K. ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ പറയാം. ഒരു x0ഉം x1ഉം കെയിലുണ്ട്. Then f of x0 f of x1നും ഇടയ്ക്കായിരിക്കും ബാക്കിയുള്ള എല്ലാ f of xൻ്റെയും വാല്യൂസ് ഫോർ ഓൾ x belongs to K. അപ്പം x0ഉം x1ഉം കെയിലുണ്ട്. അതായത് മാക്സിമം ആണ് f of x1, മിനിമം ആണ് f of x0. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള x0കളും x1ഉം കെയിൽ തന്നെ ഉണ്ടാവും. പ്രൂഫ് നോക്കാം. Because f is compact, അപ്പോൾ നമുക്കറിയാം f is compact then it is closed and bounded, so we can set alpha equal to supremum of f of k and we know alpha belongs to f of k. നമ്മൾ നേരത്തെ ചെയ്തതാണ്. അപ്പം ആൽഫ ബിലോങ്സ് ടു എഫ് ഓഫ് കെ ആയതുകൊണ്ട് തന്നെ ആൽഫയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു x1 കെയിലുണ്ടാവും ആൻഡ് ആൽഫ ഈക്വൽ ടു എഫ് ഓഫ് x1. അപ്പോൾ then there exists x1 belongs to k with alpha equal to f of x1. ഓക്കെ, അപ്പോൾ ആൽഫ സുപ്രീമമായി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് എന്ന് പറയുന്നത് കെയിലുണ്ട്. സോ ആൽഫ ഈക്വൽ ടു എഫ് ഓഫ് x1 എന്ന് നമുക്ക് എഴുതാൻ പറ്റിയത് കൊണ്ട് ആൽഫ ബിലോങ്സ് ടു എഫ് ഓഫ് കെ ആണ്. അപ്പോൾ നമ്മുടെ മാക്സിമം വാല്യൂ അവിടെ ഉണ്ട്, എഫ് ഓഫ് കെ തന്നെ ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫിമം ഡിഫൈൻ ചെയ്ത് മിനിമവും പറയാം. നമ്മളിനി പോകുന്നത് യൂണിഫോം കണ്ടിന്യൂറ്റി ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. നമ്മൾ ഓൾറെഡി ഇത് കണ്ടിട്ടുള്ളതാണ്, പക്ഷേ ഇങ്ങനെ ഒരു മെത്തേഡിലല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x1 is continuous at an arbitrary point C belongs to R. നമുക്കറിയാം ഡെഫിനിഷൻ പ്രകാരം നമുക്ക് എക്സും സിയും തമ്മിലുള്ള ഡിഫറൻസ് ഒരു ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പോൾ എഫ് ഓഫ് എക്സും എഫ് ഓഫ് സിയും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ആകണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എഫ് ഇസ് കണ്ടിന്യൂസ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, എഫ് മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈസ് 3x + 1 ആൻഡ് എഫ് ഓഫ് സി ഈസ് 3c + 1. അപ്പം ദിസ് വൺ ഈക്വൽ ടു മോഡ് 3x + 1 മൈനസ് ഓഫ് 3c + 1. then അവിടെ 1 ക്യാൻസൽ ആയി, then 3 കോമൺ വന്നു, then that one equal to 3 into mod x minus c. അപ്പം ഞാൻ മോഡ് എക്സ് മൈനസ് സിയെ ഒരു ഡെൽറ്റ നെയ്ബർഹുഡിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് മോഡ് എക്സ് മൈനസ് സി ഈസ് ലെസ് ദാൻ ഡെൽറ്റ ആൻഡ് വി ചൂസ് ഡെൽറ്റ ഈക്വൽ ടു ε/3. അപ്പോൾ ഈ എടുക്കുന്ന ഒരു മെത്തേഡ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ലെസ് ദാൻ എപ്സിലോൺ ആകത്തക്ക രീതിയിൽ നമ്മൾ ഒരു അറേഞ്ച്മെൻറ്റ് നടത്തുന്നതാണിത്. അപ്പോൾ നമ്മൾ മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി കൺസിഡർ ചെയ്യുന്നു. ദാറ്റ് വൺ ഈക്വൽ ടു 3 into മോഡ് എക്സ് മൈനസ് സി. മോഡ് എക്സ് മൈനസ് സി ഈസ് ലെസ് ദാൻ ഡെൽറ്റ and delta equal to ε/3. then so this one is less than 3 into ε/3. then 3 cancel, that one equal to epsilon. That is mod x minus c is less than delta implies mod f of x minus f of c is less than epsilon. So f is continuous near the value c. The next example g of x. നമ്മൾ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ട്. g of x is continuous എന്ന്. ഇവിടെ അതേപോലെ തന്നെ നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് നോക്കാം. g of x equal to x square is continuous on R and given c belongs to R, we have mod g of x minus g of c equal to mod x square minus c square. Then that one equal to mod x minus c into x plus c. ഇതേ സ്റ്റെപ്പുകൾ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതാണ്.
അപ്പോൾ ഞാൻ ഒരു ഡെൽറ്റ എന്ന് പറയുന്നത് 1 എടുത്തു. അങ്ങനെയാണെങ്കിൽ മോഡ് എക്സ് പ്ലസ് സി, നിങ്ങൾ ആ പഴയ ഇത് തന്നെ നോക്കുക. അപ്പോൾ മോഡ് എക്സ് പ്ലസ് സി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് മോഡ് സി. ദെൻ ഇവിടുന്ന് നമുക്ക് അറിയാൻ പറ്റും ദാറ്റ് മോഡ് എക്സ് ഈസ് ലെസ് ദാൻ 1 ആയിരിക്കും. സോ ദിസ് വൺ ഈസ് ലെസ് ദാൻ മോഡ് സി പ്ലസ് 1 പ്ലസ് മോഡ് സി. സോറി, ഇത് എക്സ് ബിലോങ്സ് ടു നമ്മൾ മോഡ് എക്സ് മൈനസ് സി ഈസ് ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദാറ്റ് വൺ ഈസ് സി മൈനസ് ഡെൽറ്റ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി പ്ലസ് ഡെൽറ്റ. അവിടുത്തെ ഡെൽറ്റയ്ക്ക് ഞാൻ 1 എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് സി മൈനസ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി പ്ലസ് 1 വന്നു. ദെൻ മോഡ് കൊടുക്കുമ്പോൾ നമുക്ക് വേണ്ടത് മോഡ് എക്സ് ഈസ് ലെസ് ദാൻ മോഡ് സി പ്ലസ് 1. ഓക്കെ, മോഡ് സി പ്ലസ് 1 ആണ്. ദാറ്റ് വൺ ഈസ് അഗെയിൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് സി പ്ലസ് 1. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ഈ മോഡ് എക്സിന് പകരം മോഡ് സി പ്ലസ് 1 കൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്തു. പ്ലസ് ഇതാണ് ഇവിടെ ഒരു മോഡ് സി ഉണ്ട്, ആ മോഡ് സി ഇവിടെ കൊടുത്തു. ദെൻ മോഡ് സി പ്ലസ് മോഡ് സി ഈസ് 2 മോഡ് സി പ്ലസ് 1. ഓക്കെ, അപ്പം മോഡ് എക്സ് പ്ലസ് സി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഇൻറ്റു മോഡ് സി പ്ലസ് 1 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, full at epsilon greater than 0, we choose delta equal to minimum of 1 or epsilon by 2 mod c plus 1. ഇത് തന്നെ. Then mod x minus c is less than delta implies mod, ഇവിടെ നമ്മൾ g ആയിരുന്നു കൺസിഡർ ചെയ്തത്, mod g of x minus g of c equal to mod x minus c into x plus c. mod x minus c is less than നമുക്കറിയാം. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഇതിനകത്ത് ഏതാണോ മിനിമം അതാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിതിനെ എപ്സിലോൺ ബൈ 2 മോഡ് സി പ്ലസ് 1, ഇനി 1 അതിനെക്കാട്ട് ചെറുതാണെങ്കിൽ നമുക്കത് ചൂസ് ചെയ്യാം. ഇൻറ്റു ഇതാണ് ഇവിടെ മോഡ് എക്സ് പ്ലസ് സി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഇൻറ്റു മോഡ് സി പ്ലസ് 1 ഉണ്ട്. ദെൻ അത് രണ്ടും കൂടെ ക്യാൻസലായി പോകും. ദെൻ ദിസ് മോഡ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് വരും. അപ്പോൾ അഗെയിൻ നമുക്ക് പ്രൂവ് ചെയ്തു നമ്മൾ the function is continuous on C എന്ന് പറഞ്ഞു. ഇനി നമ്മൾ യൂണിഫോം കണ്ടിന്യൂറ്റിയിലേക്ക് പോവുകയാണ്. അപ്പം നമുക്ക് അതിനെ കുറച്ച് നെയ്ബർഹുഡ്സിനെ പരിചയപ്പെടാം. അപ്പോൾ C1 എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തു. ആ C1ൻ്റെ ഒരു ഡെൽറ്റ 1 നെയ്ബർഹുഡ് ആണിത്, വി ഡെൽറ്റ 1 ഓഫ് C1. ഓക്കെ, അപ്പോൾ ഞാൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജി ഓഫ് എക്സിനെ ഇവിടെ ഇങ്ങനെ വരച്ചു. അപ്പോൾ ജി ഓഫ് എക്സിൻ്റെ നമുക്ക് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ നെയ്ബർഹുഡ് എന്ന് പറയുന്നത് ഏകദേശം ഇവിടെയാണ്. അത് വി എപ്സിലോൺ എഫ് ഓഫ് C1 ആയിട്ട് വരും. അടുത്തൊരു പോയിന്റ് എടുക്കുന്നു C2. ആ C2ൻ്റെ ഒരു ഡെൽറ്റ 2 നെയ്ബർഹുഡ് എടുക്കുന്നു. ആ ഡെൽറ്റ 2 നെയ്ബർഹുഡിലെ ഫുൾ എലമെൻറ്റുകൾ ആൾക്കാരും നമ്മുടെ എഫ് ഓം C2ൻ്റെ എപ്സിലോൺ നെയ്ബർഹുഡിൽ തന്നെയാണ് കിടക്കുന്നത്. അടുത്ത ഞാൻ C3 എടുത്തു. C3യുടെ ഒരു ഡെൽറ്റ 3 നെയ്ബർഹുഡ് എടുത്തു. അങ്ങനെ നെയ്ബർഹുഡ് എടുത്തു. അപ്പോൾ എഫ് ഓഫ് C3 ഞാൻ കണ്ടുപിടിച്ചു. അതിൻ്റെ ഒരു എപ്സിലോൺ നെയ്ബർഹുഡിലാണ് നമുക്ക് നമ്മുടെ എഫ് ഓഫ് 3 വി ഡെൽറ്റ 3യുടെ ഇമേജസ് ഫുള്ള് കിടക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിടക്കുവാണെങ്കിൽ നമ്മൾക്ക് പറയാം നമ്മുടെ ഫങ്ഷൻ ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ്. അപ്പം നമ്മൾ ഒരു നെയ്ബർഹുഡ് എടുക്കുന്നു, നമ്മൾ അതിലേക്ക് ഫംഗ്ഷൻ മാപ്പ് ചെയ്യുന്നു, അത് എഗെയിൻ എപ്സിലോൺ നെയ്ബർഹുഡിൽ തന്നെ കിടക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഏത് പോയിന്റ് എടുക്കുമ്പോഴും അങ്ങനെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ദ ഫംഗ്ഷൻ ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ്. A function f from a to r is uniformly continuous on a for every epsilon greater than 0. There exists a delta greater than 0 such that for all xy belongs to a, mod x minus y is less than delta implies mod f of x minus f of y less than epsilon. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടിന്യൂറ്റി എല്ലാം പറയുമ്പോൾ ആ ഒരു ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് സി എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് മോഡ് എക്സ് മൈനസ് സി ഈസ് ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ലെസ് ദാൻ എപ്സിലോൺ എന്നായിരുന്നു. അവിടെ സി എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റ് ആയിരുന്നു. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എക്സും വൈയും വേരി ചെയ്യുകയാണ്, വേരിയബിൾസ് ആണ്. അപ്പം നമുക്ക് എക്സും വൈയും തമ്മിലുള്ള മോഡുലസ് എപ്പോഴൊക്കെ ലെസ് ദാൻ ഡെൽറ്റ ആകുന്നു അപ്പോഴെല്ലാം മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ലെസ് ദാൻ എപ്സിലോൺ ആകണം. അങ്ങനെയാകുമ്പോൾ നമ്മൾ പറയും ദ ഫംഗ്ഷൻ ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, C1 എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തു. C1 എടുക്കണമെന്ന് ഇല്ല, C1ന് ഇപ്പുറത്ത് നിൽക്കുന്ന ആളാണ് എക്സ്, ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ആളാണ് വൈ. അപ്പോൾ എക്സും വൈയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഡെൽറ്റ 1 ആണ്.
അപ്പം നമ്മുടെ ജി എന്ന് പറയുന്ന ആൾ യൂണിഫോമിലി കണ്ടിന്യൂസ് ആണെങ്കിൽ ഈ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജി ഓഫ് എക്സിനും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജി ഓഫ് വൈക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അങ്ങനെയുള്ള ഈ C1ലെ ഏത് നെയ്ബർഹുഡ് എടുത്താലും അത് സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അപ്പം C1ലെ ഏതൊരു പോയിന്റ് എടുത്തു അതിൻ്റെ നെയ്ബർഹുഡ് എന്ന് പറയുന്നിടത്ത് അതായത് Δ1 നെയ്ബർഹുഡിലെ എല്ലാ പോയിന്റ്സും എല്ലാ എക്സും വൈസും തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴൊക്കെ ലെസ് ദാൻ Δ1 ആകുന്നു അപ്പോഴൊക്കെയും ഈ എഫ് ഓഫ് എക്സും എഫ് ഓഫ് വൈസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആവണം. അങ്ങനെയാണെങ്കിൽ പറയാം ദ ഫംഗ്ഷൻ ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ്. അഗൈൻ നമുക്കൊന്നുകൂടെ ഡെഫിനിഷൻ വായിക്കാം. എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ആർ ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ എ ഈ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists delta greater than 0 such that for all xy belongs to a യിലെ എല്ലാ പോയിന്റ്സും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. മോഡ് എക്സ് മൈനസ് വൈ ഇസ് ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ഇസ് ലെസ് ദാൻ എപ്സിലോൺ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ദ ഫംഗ്ഷൻ ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ എ. ഓക്കെ, താങ്ക് യു.